അതിൻ്റെ ഒരു തെളിവാണ് അന്നത്തെ ദിവസം രാത്രിയിൽ 10:30 വന്ന് ആ റിപ്പോർട്ട്. അത് വീണ്ടും നമ്മളെ ഫ്രീസ് ചെയ്യാനുള്ള സിറ്റുവേഷനിലേക്ക് പോയി. ഇതിലൂടെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊക്കെ സംഘടനകളുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ വ്യക്തിത്വങ്ങളുണ്ടോ അവരൊക്കെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ജനങ്ങളുടെ അത്താണിയാണ്. ഇത്രയും ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്രയും വ്യക്തികൾക്ക്, ഈ ഇതിലേക്ക് എതിരായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് മനുഷ്യനിലേക്കൊരു പ്രതിബദ്ധത ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളുടെ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളിലേക്ക്, കേരളം മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ഓരോ കമ്പനികൾ നടത്തുന്ന GST, ഞാൻ ഉൾപ്പെടെ പെരുന്നെല്ലിക്കൽ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറയുന്നൊരു കമ്പനി ഞാൻ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് മാസങ്ങളായിട്ട് ഞാൻ GST അടയ്ക്കുന്നൊരു വ്യക്തിയാണ്. എന്നതുപോലെ എന്നെപ്പോലെ തന്നെ ഇതിനകത്ത് 3000-ൽ പരം കമ്പനികളുണ്ട്. ഇതിൻ്റെയൊക്കെ സാധ്യതകൾ കണ്ടെത്തിയ മഹാനായ വ്യക്തിത്വത്തിൽ പെടുന്ന ഒരാളാണ് ഈ പറയുന്ന പ്രതാപൻ സാറിനെ ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് വളരെ വ്യക്തമായിട്ട് നമ്മൾ പത്രമാധ്യമങ്ങളിൽ കണ്ടതാണ്. ഇനി ചിന്തിക്കേണ്ടത്, ഇനി അറിയാൻ പറ്റില്ല, അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ ശ്രീരാമേടത്തിനെയും അറസ്റ്റ് ചെയ്തെന്ന് വരാം. കാരണം പ്രതാപൻ സാറിൻ്റെ നിന്നൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് ശ്രീരാമേടത്തിലേക്ക് പോകാം. ശ്രീരാമേടത്തിൽ നിന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ ലീഡർമാരിലേക്ക് പോകാം. അങ്ങനെ ഇതിനെ വഴി മുട്ടിച്ച് വീട് പണയം വെച്ചു, വാഹനങ്ങൾ ടോപ്പപ്പ് ചെയ്തു, വാഹനങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് ഏതൊക്കെ തരത്തിലുള്ള പണയം വയ്ക്കൽ സിസ്റ്റം ഉണ്ടോ അതിലൊക്കെ പണയം വെച്ച് അതിൽ നിന്നും ക്യാഷ് എടുത്ത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലത്തൊരു സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നവംബർ മാസത്തിൽ ഞാൻ ഇതിനകത്ത് ഇട്ട ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ അനുജന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ അനുജന് കിഡ്നിയുടെ ഏതോ പ്രോബ്ലം ഉള്ളൊരു വ്യക്തിയാണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വെച്ചിരുന്ന ധനമാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. ഒരിക്കലും ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് നമ്മൾ കരുതിയില്ല. എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാതെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുക എന്നുള്ളത് ഒരാളല്ല, ഒട്ടനവധി ജനങ്ങൾ വിളിച്ച് നമ്മളോട് പറയുന്നുണ്ട്. അന്നേരം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ ഇന്നു മുതൽ സത്യം ജയിക്കാൻ വേണ്ടിയിട്ട് ഇന്നു മുതൽ യജ്ഞം ആരംഭിച്ചിരിക്കുകയാണ്. പ്രകൃതിയാണല്ലോ എല്ലാം, യൂണിവേഴ്സിലാണല്ലോ എല്ലാം. അസുരന്മാരെ സൃഷ്ടിക്കുന്നതും ധനികന്മാരെ സൃഷ്ടിക്കുന്നതും ദരിദ്രന്മാരെ സൃഷ്ടിക്കുന്നതും ബുദ്ധിമാന്മാരെയും മണ്ടന്മാരെയും സൃഷ്ടിക്കുന്നത് യൂണിവേഴ്സാണ്. അതുകൊണ്ട് സത്യത്തിൻ്റെ മാർഗത്തിലൂടെ പോകുന്ന ഈ 10 ലക്ഷത്തിൽ പരം ജനങ്ങൾ ഇന്ന് ക്രൈസ്തവനെന്നില്ല, ഇസ്ലാമികനെന്നില്ല, ഹിന്ദുവെന്നില്ല, ജാതിയില്ല, മതമില്ല, വർഗമില്ല, ഒരു ഭേദമില്ലേ പ്രാർത്ഥിച്ചു കൊണ്ടുപോകുന്ന ഒരേ ഒരു കമ്പനി, ഇന്ന് യൂണിവേഴ്സിൽ കാണാൻ കഴിയാത്തക്കതായിട്ടുള്ള ഏറ്റവും വലിയ മാർഗനിർദ്ദേശം തരുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയുള്ള ഒരു കമ്പനി. പലരും പല സ്റ്റേറ്റിൽ നിന്നും പല മിനിസ്ട്രിയിൽ നിന്നും ജോലികൾ രാജിവെച്ച് അല്ലെങ്കിൽ ജോലിയൊക്കെ വേണ്ടാന്ന് പറഞ്ഞ് ഇതിൻ്റെ സിസ്റ്റത്തെ ബേസ് ചെയ്ത് ഇതിലേക്ക് ചേർന്നവരാണ്. അവരുടെയൊക്കെ പ്രാർത്ഥന, അതിലുപരി ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ എനിക്ക് പ്രതിബദ്ധത ജനങ്ങളിലേക്കുള്ളത് കൊണ്ട് ഞാൻ ഇന്നു മുതൽ രാവിലെ വെളുപ്പിനെ ഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും സുദർശന ഹോമവും ഭഗവതി സേവയും നടത്തി തുടങ്ങി. ഇനി വരുന്ന 21 ദിവസം ഈ പൂജകൾ കണ്ടിന്യൂ ഉണ്ടാവുമെന്നും എൻ്റെ കൂടെ നിൽക്കുന്ന പുരോഹിതന്മാർ അവരവരുടെ ക്ഷേത്രങ്ങളിൽ ചെയ്യുമെന്നും പ്രധാനപ്പെട്ട വഴിപാട് നടത്തുന്ന കൊല്ലം ശക്തികുളങ്ങര മൂത്തേത്ത് ക്ഷേത്രം ശിവക്ഷേത്രത്തിലും ഇതിൻ്റെ വഴിപാടുകൾ നാളെ മുതൽ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ, പള്ളികളിൽ നമ്മളുടെ പുരോഹിതന്മാരായിട്ടുള്ള ഏതൊക്കെ മതസ്ഥരുണ്ടോ അവരെല്ലാം പ്രാർത്ഥനയിലാണ്, ജനങ്ങൾ പ്രാർത്ഥനയിലാണ്. എന്തിനു വേണ്ടിയിട്ട്? സത്യം ജയിക്കാൻ. ഇത് മനസ്സിലാക്കുക. ഈ കമ്പനിയെ ആരാണോ ഇതിനു വേണ്ടിയിട്ട് മുദ്രാവാക്യങ്ങൾ വീഴ്ച ഭീഷണിപ്പെടുത്തി നിൽക്കുന്നത്, നിങ്ങൾ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനിയെ മനസ്സിലാക്കുക. വീണ്ടും വീണ്ടും കേസ് കൊടുത്ത് നമ്മളെ ഇതിലേക്ക് നയിച്ചാൽ വലിയൊരു വിപ്ലവകരമായിട്ടുള്ള വലിയൊരു ട്രാജഡി ഈ വേൾഡിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനിയല്ല അതിന് ഉത്തരവാദി. ഇതിനെ നയിക്കുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് നെഗറ്റീവാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന കേസ് കൊടുക്കുന്ന ഏതൊക്കെ വ്യക്തികളാണോ അവരാണ് ഇതിന് ഉത്തരവാദി. അതിന് ഈ യൂണിവേഴ്സ് മറുപടി നൽകും. അതിൽ യാതൊരുവിധ സംശയമില്ല. പ്രാർത്ഥനയാണ്. അതിൽ അപ്പുറത്തേക്ക് നമുക്ക് വേറൊന്നുമില്ല. നമ്മളുടെയൊക്കെ പ്രാർത്ഥന, ഓരോ വ്യക്തികളും അയമാത്മാ ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നാണ്. എന്നുവെച്ചാൽ ഓരോരുത്തരും ഈശ്വരന്മാരാണ്. അതിൻ്റെ ആ പ്രാർത്ഥന ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന പവർ അതറിയാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയിലാണ്.
ഇനിയുള്ള കാലം ഇനിയെങ്കിലും എൻ്റെ ഈ വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ വീഡിയോ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്നവർ ഇതിൽ എതിർത്ത് നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കുക. കമ്പനി എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഇന്ന് വരെ ചെയ്തത് വളരെ തെറ്റായി പോയി എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൂടെയാണ് നമ്മളുടെ പൂജാതി കർമ്മം. തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന കാലം അതിക്രമിച്ചിട്ടുണ്ട്. കാരണം ഇത് ശരിയിലൂടെ സഞ്ചരിക്കുന്ന കമ്പനി ആയതുകൊണ്ടാണ് ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ ഞാനിവിടെ വ്യക്തമാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥനയോട് കൂടിയിട്ട് ആരും ഭയപ്പെടേണ്ട. എല്ലാവരും ഇതിനകത്ത് ഉള്ള മുഴുവൻ ആൾക്കാരും പട്ടിണി കിടക്കുന്നവരുണ്ട്, ആത്മഹത്യാ പ്രവണതയിലൂടെ സഞ്ചരിച്ച് പോകുന്നവരുണ്ട്. അവരൊന്നും ഒരു കാരണവശാലും മറ്റ് ചിന്തകളിലൂടെ നെഗറ്റീവ് ചിന്തകളിലൂടെ പോകരുത്. എല്ലാവരും ധൈര്യമായിരിക്കുക.